2018 തുടങ്ങി ഇത്രയും കാലം വെള്ളം വന്ന മഴയത്ത് ഞങ്ങൾ ഇത് പേടിച്ചിരിക്കണം. വേനൽക്കാലമായി കഴിഞ്ഞാൽ ആനാന്നും പറഞ്ഞാൽ അതും പറഞ്ഞ് ഓടണം. രാത്രിയിൽ ഉറങ്ങാൻ പറ്റൂല. പട്ടി കുരയ്ക്കുന്നു, ആന വരുന്നു, ആന വീടിൻ്റെ മുകളിൽ വരെ വരുന്നു, ഇവർ ഓടിപ്പോകുന്നു. ഇത് തന്നെ സംഭവം. ഞങ്ങൾക്ക് ഇനി ഇവിടെ വീട് വെച്ച് തന്നാൽ തന്നെ എന്തിനാ, ആരെങ്കിലും എന്തെങ്കിലും മരിച്ചാൽ മാത്രമേ എല്ലാവരും നോട്ടീസ് വരുന്ന, പിന്നെ ഒരാളെ കൊല്ല, അല്ലാണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ വേറെ ഒരു വഴിയും ഇല്ല. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ നിരവധി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിനിപ്പുറമാണ് മലയങ്ങാട്. ഈ പാലം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. അതോടുകൂടി ഈ പാലത്തിനിപ്പുറത്തുള്ള മലങ്ങാട് പ്രദേശത്തുള്ളവർ ഏതാണ്ട് 10ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അവർക്ക് വൈദ്യുതിയില്ല, മറ്റ് പുറം ലോകവുമായി ബന്ധപ്പെടേണ്ട മറ്റ് സാഹചര്യങ്ങളില്ല. അങ്ങനെ വലിയൊരു പ്രശ്നമാണ് ഈ മേഖലയിലുള്ളവർക്കുണ്ടായത്. ഇപ്പോഴും അതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല. ഇവിടെയുള്ളവർ, അതായത് ഈ മലയങ്ങാട് പ്രദേശത്തുള്ളവർ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഏതാണ്ട് 10ഓളം കുടുംബങ്ങളിലുള്ളവരാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ഇവർക്ക് പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ അവരുടെ വീടുകളുടെ പല ഭാഗങ്ങളെയും പൂർണ്ണമായും കവരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീടുകൾക്കുള്ളിലൂടെ മലവെള്ളം കുത്തിയൊലിച്ചു വരുന്നൊരു സാഹചര്യം, വീടുകൾക്കകത്ത് ചളിയും മണ്ണും പൂണ്ടുകിടക്കുന്ന ഒരു സാഹചര്യം, നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള വലിയ ദുരിതത്തിലൂടെയാണ് ഈ മലയങ്ങാട് മേഖലയിലുള്ളവർ കടന്നു പോകുന്നത്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള വീടുകളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. 5 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ക്യാമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ ക്യാമ്പ് കഴിഞ്ഞ് എങ്ങോട്ട് പോകാമെന്നറിയില്ല. പാലം തകർന്നു ഇതുമായി. അല്ലെ തന്നെ ഇവിടെ റേഞ്ച് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. ക്യാമ്പിലെത്തി കഴിഞ്ഞപ്പോഴാണ് തിരിഞ്ഞത് ഇങ്ങനെ വയനാട് സംഭവിച്ചത്, മഞ്ഞച്ചീളി സംഭവിച്ചതൊക്കെ. മീഡിയക്കാരൊക്കെ വരുന്നുണ്ടെങ്കിലും വിലങ്ങാട്, മഞ്ഞച്ചീളി, മാടാഞ്ചേരി, പാനം അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് ഒന്നുമില്ല. പിന്നെ ഇവരിപ്പോൾ ഇവിടെ പാലം ഇട്ടിരിക്കുന്നത് ഇവരെല്ലാവരും കൂടി വന്നിട്ടിട്ടതാണ്. ഞങ്ങൾ 12 മണി മുതൽ 6 മണി വരെ ഉറങ്ങാണ്ട് നിന്നതാണ്. ആ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം കൂടുന്ന കണ്ടിട്ടാണ് ഇറങ്ങിയത് തന്നെ. അന്നേരം പിന്നെ എല്ലാവരെയും വിളിച്ച് അപ്പുറത്തൊരു വീട്ടിലേക്ക് പോയി. എന്നിട്ട് അതും പാലം കടന്ന് വേണം ഞങ്ങൾ പോകാൻ. എന്നിട്ട് കുറച്ച് പേര് ഇപ്പുറത്തായിപ്പോയി. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കം വന്നിട്ട് ഇവരൊക്കെ കൂടിയാണ് നമ്മളെ അങ്ങോട്ടാക്കിയത്. അത് കഴിഞ്ഞ് പാലം വിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകുന്നത് തന്നെ. അതുവരെ ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട് പോവുക തന്നെ ചെയ്തത്. മഞ്ഞച്ചീളിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നത് ഇവർ വന്നിട്ടാണ്. 6 മണിയായപ്പോഴത്തേക്കും എല്ലാവരും ഇതിലേക്കൂടി ഓടി വന്ന് ടോർച്ചിൻ്റെ വെട്ടമൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾക്ക് തിരിയുന്നത്. ഇവിടെ ഇത്രയും വലിയ മരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മരങ്ങളുടെയൊക്കെ അവസ്ഥ തന്നെ കണ്ടില്ല. അങ്ങ് ഫോറസ്റ്റിൽ നിന്ന് വന്ന മരമുള്ളത് ഇവിടെ ഫുൾ അടിച്ചു കയറിക്കും. വീട്ടിൽ കയറണമെന്ന് വെച്ചാൽ വീട് മാത്രമുണ്ട്, വീടിൻ്റെ സ്കെൽട്ടൺ മാത്രമേ ഉണ്ട്. അടിവശമില്ല, തറയില്ല, ഒന്നുമില്ല. ഗ്യാസ് ഉണ്ടായിരുന്നു, അലമാര ഉണ്ടായിരുന്നു, ഒരു സാധനം കാണുന്നില്ല, ഒന്നുമില്ല. ബാത്റൂം ഇല്ല, ഒരു സംഭവമില്ല. വീടുണ്ടോ എന്ന് ചോദിച്ചാൽ വീടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ പെറുക്കിയെടുക്കുക ചെയ്തത്. ഫുഡ് അങ്ങനത്തെ ഒരു കാര്യമില്ല. ക്യാമ്പിലിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നുണ്ട്, പക്ഷേ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഇവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് പണി. അച്ഛനൊക്കെ ഇവിടെ തന്നെയാണ് പണിയും ചെയ്യുന്നത്. ഇപ്പോൾ അച്ഛനൊക്കെ ആയുസിൻ്റെ പകുതി ഇവിടെ ഇതാക്കി നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. വീടിൻ്റെ ഉള്ളിലൂടെ വെള്ളം അടിച്ചു കയറി മലവെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഒന്നുണ്ട്. അതെ, വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 6 മണിക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം, ചെളി, ഫുള്ള്. ഒരു സ്ഥലത്ത് ചെളി ഇല്ലാത്തയില്ല. എവിടെ പണിയെടുത്ത് ടയലിട്ട വീടാണ്, അത് തെന്നി അങ്ങ് പോവുകയാണ് ചെളി നിറഞ്ഞിട്ട്. ടയലോ അല്ലെങ്കിൽ ഒരു സാധനം കാണുന്നില്ല. പിന്നെ ഇവിടെ KCYMൻ്റെ പിള്ളേർ വന്നിട്ട് വീടെന്തായാലും ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, ഉള്ള സ്ഥലം ഞങ്ങൾ വൃത്തിയാക്കിയിട്ടതാണ് ഇപ്പോൾ അങ്ങനെയുള്ളത്. ചില വീടുകളൊക്കെ ഫുള്ള് മൊത്തം തന്നെ ഇങ്ങനെ ചെളി നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഫസ്റ്റുള്ള വീട്ടിൽ ഒരു വിറക് വര ഉണ്ടായിരുന്നു, നിറച്ചും വിറകാക്കി ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഓടി നടന്നാക്കിയതാണ്. ഇപ്പോൾ അവിടെ ആ വിറക് വര ഇരുന്ന സ്ഥലത്ത് ഒരു സംഭവമില്ല. മുയലും കൂടോ പട്ടിക്കൂടോ കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും കാണുന്നില്ല. എന്താ ഇനിയിപ്പം നിങ്ങളുടെ ഒരു ആവശ്യം? അതായത് ഈ ഭാഗത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി വേറൊരു സ്ഥലത്ത് പുനരധിവസിപ്പിക്കണം എന്നാണോ? എന്താ നിങ്ങൾ ഈ ഭാഗത്തിന് വീട് വെച്ച് തന്നാൽ തന്നെ എങ്ങനെ ജീവിക്കും? ഇവിടെ എവിടെയാണ് ഇനി വീട് വെക്കാൻ സ്ഥലം? പുഴേൻ്റെ നടുക്ക് വീട് വെച്ച പോലെ ആൾക്കാർ തന്നെ പറയുന്നത്. പക്ഷെ ഞങ്ങളിത് പുഴേൻ്റെ നടുക്ക് വെച്ചല്ല. ഞങ്ങൾ 10-15 ഞാനിവിടെ ഉണ്ടായ കാലം മുതൽ എനിക്ക് 20 വയസ്സുണ്ട്. 20 വയസ്സായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഒന്നും അറിഞ്ഞൂടെ. എല്ലാ പ്രാവശ്യവും ഇവർ വരും, ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകും, വെള്ളം കൂടുന്നതുകൊണ്ട് ക്യാമ്പിൽ പോകും. ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും, ഞങ്ങളുടെ ഇവിടെ തന്നെ താമസിക്കുക. എല്ലാ പ്രാവശ്യവും ഇവർ വന്നിട്ട് വരും, തിണ്ടിടിയും. അതുകൊണ്ട് മാറി താമസിക്കാൻ പഞ്ചായത്ത് എഴുതിക്കൊണ്ട് പോകും. എല്ലാ കൊല്ലം ഇത് തന്നെ. ആ
2018 തുടങ്ങി ഇത്രയും കാലം വെള്ളം വന്ന മഴയത്ത് ഞങ്ങൾ ഇത് പേടിച്ചിരിക്കണം. വേനൽക്കാലമായി കഴിഞ്ഞാൽ ആനാന്നും പറഞ്ഞ് അതും പറഞ്ഞ് ഓടണം. രാത്രിയിൽ ഉറങ്ങാൻ പറ്റൂല. പട്ടി കുരയ്ക്കുന്നു, ആന വരുന്നു, ആന വീടിൻ്റെ മുകളിൽ വരെ വരുന്നു, ഇവർ ഓടിപ്പോകുന്നു. ഇത് തന്നെ സംഭവം. ഞങ്ങൾക്ക് ഇനി ഇവിടെ വീട് വെച്ച് തന്നാൽ തന്നെ എന്തിനാ, ആരെങ്കിലും എന്തെങ്കിലും മരിച്ചാൽ മാത്രം എല്ലാവരും നോട്ടീസ് വരുന്നത്. പിന്നെ ഒരാളെ കൊല്ലാം, അല്ലാണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ വേറെ ഒരു വഴിയും ഇല്ല. അപ്പം ഞങ്ങൾക്കിപ്പം വീട് വെച്ച് വേറെ തരേണ്ടി വരും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു പണിയെടുത്തുണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വയസ്സ് വരെ കഷ്ടപ്പെട്ട് അച്ഛൻ മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ. ഇവിടെ എല്ലാ വീട്ടിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയീസോ ലേഡീസൊക്കെ എല്ലാവരും ഹൗസ് വൈഫ് തന്നെയാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ സുഖമില്ല. ബാക്കിയുള്ളവരൊക്കെ തന്നെയാണ് കടയിൽ നിന്ന് 300 200 അങ്ങനെയൊക്കെ നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ. ആരും വലിയ പൈസ ഉണ്ടായിട്ടുണ്ടാക്കുന്നൊന്നുമല്ല. ഈ ഉണ്ടാക്കിയിട്ട സാധനം മൊത്തം ഒലിച്ചു പോയി. അതിൻ്റെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമ്പ് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഈ രീതിയിലാണ്. ഇവർക്ക് ക്യാമ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് ഇവർക്ക് അറിയില്ല. വീടുകളൊക്കെ ആ രീതിയിൽ തകർന്ന് ഏതാണ്ട് നാമാവശേഷമായൊരു സ്ഥിതിവിശേഷമുണ്ട്. നിരവധി കുടുംബങ്ങളുണ്ട് ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് റേഞ്ചില്ല, മറ്റ് പുറം ലോകവുമായി ബന്ധപ്പെടേണ്ട യാതൊരു ഇൻ്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വിലങ്ങാട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.